₹1000 പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നുണ്ടെങ്കിൽ ഇതിലെ ടോട്ടൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന സമയത്ത് 1,100 ഒക്കെ വരുന്നുണ്ട്. നമ്മളെ ക്ലയന്റ് ലിസ്റ്റിലുള്ള ഒരു ക്ലയന്റ് അവർ ഇ കൊമേഴ്സ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ക്ലോത്തിങ് ആണ് പ്രൊഡക്റ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തിങ് പ്രൊഡക്റ്റ് ആണ്. അവര് ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് സെയിൽസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം ഓർഡർ ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു സെയിലും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് അവിടെ ഫണ്ട്, അവരെ എത്ര സെയിൽ ഉണ്ടായിട്ടും അവരെ കയ്യിൽ ഫണ്ട് ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഉള്ള ഫണ്ടിങ് വരുന്നില്ല എന്നുള്ളൊരു റീസൺ പറഞ്ഞ് നമ്മൾ അവരുടെ അക്കൗണ്ട്സ് മൊത്തത്തിലൊന്ന് നോക്കിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനെയുള്ള സൈറ്റുകളിലാണെങ്കിലും ഒക്കെ ഇവർ അഡ്വർടൈസ്മെന്റിന് നല്ലൊരു ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് പ്രൊഡക്റ്റിന് റേറ്റ് ഇട്ട സമയത്ത് ആ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് ഇവര് കമ്പ്യൂട്ടേഷനിൽ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് ₹1000 പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നുണ്ടെങ്കിൽ ഇതിലെ ടോട്ടൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന സമയത്ത് 1,100 ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഫോമിൽ ഒട്ടും ഫണ്ട് കാണാത്തത്. നമ്മളെപ്പോഴും ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സിൽ നമ്മളൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇ കൊമേഴ്സിൽ ഓൾറെഡി ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോന്റെ ഒക്കെ കമ്മീഷൻസ് ഉണ്ടാവും, പ്രൊഡക്റ്റ് കോസ്റ്റ് ഉണ്ടാവും, GST ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ ഹെഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഹെഡാണ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്. ഇത് നിർബന്ധപരമായിട്ടും നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തണം. ആ ഒരു ഏരിയയും കൂടെ നമ്മൾ ഈ കോസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്റെ ഈ ക്ലയന്റിന് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പ്രൊഡക്റ്റ് നോക്കിയ സമയത്ത് ആവറേജ് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലും സെൽ ഔട്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ട്. അപ്പൊ അവരെ കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് അവര് ഏതാണ്ട് അതിനടുത്തുള്ള ഒരു എമൗണ്ടിലാണ് അവർ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് സെൽ ഔട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് നിർബന്ധപരമായിട്ടും നിങ്ങളെ കോസ്റ്റിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി ബിസിനസ് അതിന് എത്ര സെയിൽ ഉണ്ടെങ്കിലും അതൊരു ലോങ് റണ്ണിലേക്ക് നിങ്ങൾക്ക് ആ ബിസിനസ് സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ഫണ്ടിന്റെ ഷോർട്ടേജ് നല്ല രീതിയിൽ വന്നു തുടങ്ങും.